ഇനി ഇങ്ങനെയുള്ള തെമ്മാടിത്തം കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വന്ന് പ്രസംഗിക്കാൻ മോഹൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ള ആളുകൾ ധൈര്യപ്പെടും. സർവകലാശാലയിലെ VC-യാണ്. UDSF-ന് ഇതിലും അഭിപ്രായമില്ല എന്ന് ഞങ്ങൾക്കറിയാം. MSF-നും KSU-നും ഇതിലെന്ത് കാര്യം? സമാനമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും. കഴിഞ്ഞ ദിവസം RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയെ തിരിച്ചറിയാത്തവരാണോ ഈ വന്ദേ മാതരത്തെ എതിർക്കുന്നത് എന്നാണ് മോഹൻ കുന്നുമ്മൽ എന്ന താൽക്കാലിക VC, കേരള സർവകലാശാലയുടെ താൽക്കാലിക VC പ്രസ്താവന നടത്തിയത്. ഒന്ന്, അയാൾക്ക് VC ആയി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കേരള സർവകലാശാല പോലൊരു സർവകലാശാലയുടെ VC ആയി തുടരാനുള്ള യാതൊരുവിധ യോഗ്യതയും മോഹൻ കുന്നുമ്മലില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബിരുദധാരികളെ, ബിരുദാനന്തര ബിരുദധാരികളെ, അതോടൊപ്പം തന്നെ ഡോക്ടർ ഫെലോസുകളെ, ഡോക്ടറേറ്റ് നേടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഈ സമൂഹത്തിന്, റിസർച്ച് സ്കോളേഴ്സിനൊക്കെ സംഭാവന ചെയ്യുന്ന ഒരു സർവകലാശാലയാണ്. അവിടെയാണ് കേവല MBBS ഡോക്ടർ മാത്രമായിട്ടുള്ള മോഹൻ കുന്നുമ്മൽ വന്ന് ആ സർവകലാശാലയുടെ മുഴുവൻ മുന്നേറ്റവും പിടിച്ചു വെക്കുന്നത്. രാജ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക് ഫ്രെയിംവർക്കിൽ മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് കേരള സർവകലാശാല. ആൽബർട്ട് ഐൻസ്റ്റീനെ ആദ്യ VC-ആയി നമ്മൾ ക്ഷണിച്ച ഒരു സർവകലാശാലയാണ്. എത്രയെത്ര മഹാന്മാർ, ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെ, ഇക്ബാൽ മാഷ് ഉൾപ്പെടെ, ഗോപിനാഥ് രവീന്ദ്രൻ, അങ്ങനെ ആ സീറ്റിലിരുന്ന പ്രൊഫസർമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മഹാരഥന്മാരായ ചരിത്രകാരന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യൻ സമൂഹത്തിന് വലിയ പങ്ക് നൽകിയിട്ടുള്ള, വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ വന്നിരുന്ന കസേരയിലാണ് ആ കസേരയുടെ കാലിന് വില പോലും ഇല്ലാത്ത മോഹൻ കുന്നുമ്മൽ വന്നിരിക്കുന്നത്. വർഗീയവാദി, തനി സംഘി, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? വന്ദേ മാതരത്തെ അംഗീകരിക്കാത്തവർ സ്വന്തം അമ്മയെ തിരിച്ചറിയാത്തവരാണ്. ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് വേറെയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, ഈ നാട്ടിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവർ 3-4 വർഷമൊക്കെ പഠിച്ച് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടർ ഫെലോഷിപ്പും ഒക്കെ ഇദ്ദേഹം ഒപ്പിട്ടാണല്ലോ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്ന് നാണക്കേടോടുകൂടി കുട്ടികൾ ഓർക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. മോഹൻ കുന്നുമ്മൽ എന്ന ആളുടെ ഒപ്പോടുകൂടിയാണ് ഈ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നാണക്കേടാണ്. കേരളത്തിലെ മന്ത്രിമാരോ കേരളത്തിലെ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരോ ഈ VC നടത്തിയ പ്രസ്താവനയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഗവർണറെ പേടിക്കാം, ഗവർണറെ ഇവർക്ക് പേടിയാണ്, ഇവർ പറഞ്ഞു. എന്നാൽ തോട്ടിയേം പേടിക്കണം, ആനയും പേടിക്കാം, ആന പിണ്ടത്തിനെയും പേടിക്കണം. ഗവർണറെ ഇവർ പേടിക്കുന്നു, ഓക്കെ, പിന്നെന്തിനാണ് റോജി M. ജോൺ ആന പിണ്ടത്തിനെ പേടിക്കുന്നത്? എന്തിനാണ് മോഹൻ കുന്നുമ്മലിനെ പേടിക്കുന്നത്? ഒരു അഭിപ്രായം പറഞ്ഞോ അദ്ദേഹം? എത്ര മോശമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അമ്മയെന്നും ഉമ്മയെന്നും വ്യത്യസ്ത ഭാഷകളിൽ മാതൃത്വത്തെ അടയാളപ്പെടുത്തുന്ന വ്യത്യസ്ത വൈജാത്യങ്ങളുടെ നാടാണ് നമ്മളുടെ നാട്. അതിനൊരു മതസ്വത്വം കൊണ്ടുവരുന്നതിനെതിരെയാണ് നമ്മൾ ആ നിലപാടെടുത്തത്. അല്ലാതെ നമ്മളാരും വന്ദേ മാതരത്തിനൊന്നും എതിരല്ല. ആദ്യത്തെ 2 സ്റ്റാൻഡ്സയാണ് അംഗീകരിക്കപ്പെട്ടത്. അപ്പോ സംഘപരിവാറിന് അനുകൂലമായ നിലപാടിലേക്ക് സ്വയം കോൺഗ്രസ് ചെന്നെത്തുമ്പോഴും ഇത്തരം VC-മാർക്കെതിരെയുള്ള നിലപാട് കേരളത്തിലെങ്കിലും പറയാൻ ഇവർ തയ്യാറാവണ്ട. കേരളത്തിൽ ഇന്നലെ അത് പാടിയില്ല. പരിവാർ ബോധ്യത്തിന്റെ ഭാഗമായി വന്ന് പ്രസംഗിക്കുന്ന സംഘപരിവാർ പരിപാടികളുടെ ലിസ്റ്റ് നീളുകയാണ്. മോഹൻ ഭാഗവതിന് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാർ ശാഖകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ചോറ് കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ്, അല്ലാതെ RSS-ന്റെ അണ്ടിമുക്ക് ശാഖയിൽ നിന്നല്ല. എത്ര വസ്തുതാവിരുദ്ധമായാണ്, എത്ര സയന്റിഫിക് ടെമ്പർ ബോധ്യങ്ങളെ തച്ചു തകർത്താണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ടെന്നും അവരുടെ ജാതിയും മതവും വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാണെന്നും താൻ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് താൻ പറയേണ്ടതും ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ഇവരൊക്കെ പെരുമാറുന്നത്.